Good morning, dear students. In the last class, we have discussed what are the selection procedure or process or steps to be followed in selection process. And one of the process is employment test and employment interview. ആൻഡ് നമ്മൾ ഇന്നലെ പറഞ്ഞ ക്ലാസ്സുകളിൽ എംപ്ലോയ്മെൻറ്റ് ടെസ്റ്റ് കണ്ടക്ട് ചെയ്യും, അതിൽ നിന്ന് സെലക്ട് ആവുന്നവരെ നമ്മൾ ഇൻ്റർവ്യൂ കണ്ടക്ട് ചെയ്യും എന്നൊക്കെ പറഞ്ഞു അല്ലേ. അപ്പോൾ ഇനി അപ്പോൾ ഒരു എസ്സേയുടെ ഭാഗത്തിനാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ് കണ്ടേ. ഇനി അതിൽ നിന്ന് ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് മിസ് എടുത്തുതരാം. വാട്ട് ആർ ദ എംപ്ലോയ്മെൻറ്റ് ടെസ്റ്റ്? നമ്മളൊരു വ്യക്തിയെ സെലക്ഷൻ നടത്തുന്നതിന് മുൻപ് എന്തൊക്കെ എംപ്ലോയ്മെൻറ്റ് ടെസ്റ്റുകളാണ് കണ്ടക്ട് ചെയ്യാൻ നോക്കാം. എംപ്ലോയ്മെൻറ്റ് ടെസ്റ്റ് ആർ ഡിവൈഡഡ് ഇൻ ടു ഡിഫറെൻറ്റ് ടൈപ്സ്. ഫസ്റ്റ് വൺ ഈസ് ഇൻ്റലിജൻസ് ടെസ്റ്റ്, ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്, ട്രേഡ് ടെസ്റ്റ്, ഇൻട്രസ്റ്റ് ടെസ്റ്റ്, പേഴ്സണാലിറ്റി ടെസ്റ്റ് ആൻഡ് അച്ചീവ്മെൻറ്റ് ടെസ്റ്റ്. പലതരം ടെസ്റ്റുകളുണ്ട്. ഇൻ്റലിജൻറ്റ് ടെസ്റ്റൊക്കെ നിങ്ങൾ കേട്ട് പരിചയം ഉണ്ടാവും. ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്, ട്രേഡ് ടെസ്റ്റ്, ഇൻട്രസ്റ്റ് ടെസ്റ്റ്, പേഴ്സണാലിറ്റി ടെസ്റ്റ് ആൻഡ് അച്ചീവ്മെൻറ്റ് ടെസ്റ്റ്. ആൻഡ് ഇൻ്റലിജൻറ്റ് ടെസ്റ്റ് ഈസ് അഗെയിൻ ഡിവൈഡഡ് ഇൻ ടു 3: intelligent quotient or IQ test, emotional quotient or EQ test, spiritual quotient or SQ test. ഇപ്പോൾ ഇൻ്റലിജൻറ്റ് ടെസ്റ്റിൽ തന്നെ 3 ഉണ്ട്: IQ, EQ ആൻഡ് SQ. ഇത്തരം അങ്ങനെ ഒരു 6 ടെസ്റ്റുകളാണ് ഇൻ്റർവ്യൂവിന് വേണ്ടിയിട്ട് നമ്മുടെ എംപ്ലോയ്മെൻറ്റിന് വേണ്ടിയിട്ട് ഓർഗനൈസേഷൻ കണ്ടക്ട് ചെയ്യുന്ന ടെസ്റ്റുകൾ. അതിൽ ഫസ്റ്റ് വണ്ണാണ് ഇൻ്റലിജൻസ് ടെസ്റ്റ്. ദീസ് ടെസ്റ്റ് മെഷർ ദ ഓവറോൾ ഇൻ്റലക്ച്വൽ ആക്ടിവിറ്റീസ് ഓഫ് ആൻ ഇൻഡിവിജ്വൽ. ബുദ്ധിപരമായ കഴിവുകളെയാണ് ഈ ടെസ്റ്റിൽ നമ്മൾ മെഷർ ചെയ്യണത്, ഒരു വ്യക്തിയുടെ ബുദ്ധിപരമായിട്ടുള്ള കഴിവുകൾ. ഇറ്റ് യൂസസ് ടു അസസ് ദ കാൻഡിഡേറ്റ്സ് മെൻ്റൽ പവർ ടു അണ്ടർസ്റ്റാൻഡ്, ഗ്രാസ്പ് ആൻഡ് അപ്രീഷിയേറ്റ്, എബിലിറ്റി ടു ജഡ്ജ് ആൻഡ് മേക്ക് ഡിസിഷൻസ്. നമ്മൾ പറയുന്ന കാര്യങ്ങൾ ഗ്രഹിക്കാൻ എടുക്കുന്ന മെൻ്റൽ എബിലിറ്റി, ഒരു വ്യക്തിക്ക് എത്രത്തോളം അത് ഗ്രാസ്പ് ചെയ്യാൻ പറ്റും, ഗ്രഹിക്കാൻ പറ്റും, ഒരു പ്രത്യേക സാഹചര്യം വന്നാൽ അയാൾക്ക് എങ്ങനെ ഡിസിഷൻ മേക്ക് ചെയ്യാൻ പറ്റും. ദെൻ എബിലിറ്റി ടു ജഡ്ജ്, ഒരു പ്രത്യേക ഒരു പ്രോബ്ലം വന്നാൽ അതിനെങ്ങനെ ജഡ്ജ്മെൻറ്റ്, ഏറ്റവും നല്ലൊരു ഡിസിഷൻ ജഡ്ജ്മെൻറ്റ് എങ്ങനെ നടത്താൻ പറ്റും. ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ഇൻ്റലിജൻറ്റ് ടെസ്റ്റിൽ മെഷർ ചെയ്യുക. ആൻഡ് ദീസ് ആർ മെനി വെർബൽ ആൻഡ് നോൺ വെർബൽ ഇൻ്റലിജൻറ്റ് ടെസ്റ്റ് മെയ്ഡ് ബൈ മെനി സൈക്കോളജിസ്റ്റ് ഫോർ ഡിഫറെൻറ്റ് ജോബ്സ്. According to the nature of the jobs, different type of intelligent tests are conducted, and there are many verbal or non-verbal tests are conducted by many of organization. പല ഓർഗനൈസേഷനിലും ഓറലി ഉള്ള ഇൻ്റലിജൻറ്റ് ടെസ്റ്റ് നടത്താറുണ്ട്, റിട്ടൺ ആയിട്ടുള്ളത് നടത്താറുണ്ട്. ഇനി അതിൽ ദീസ് ആർ അഗെയിൻ ഡിവൈഡഡ് ഇൻ ടു 3 എന്ന് പറഞ്ഞു അല്ലേ. IQ ടെസ്റ്റ്, EQ ടെസ്റ്റ് ആൻഡ് SQ ടെസ്റ്റ്. ഇൻ്റലിജൻറ്റ് കോഷ്യൻ്റ്, ഇമോഷണൽ കോഷ്യൻ്റ് ആൻഡ് സ്പിരിച്വൽ കോഷ്യൻ്റ്. So first is intelligent quotient or IQ test. IQ is a valuable criteria to test the intelligence of the candidate. നമ്മൾ സ്കൂൾ ലെവലിലും കോളേജ് ലെവലിലൊക്കെ നമുക്കൊരു 10-20 ക്വസ്റ്റ്യൻസ് തന്നുകൊണ്ട് ആൻസർ ചെയ്യാൻ പറഞ്ഞ് തരാറുണ്ട് ടീച്ചേഴ്സ് അല്ലേ. അതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് IQ ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് തരാറ്, നമ്മുടെ ബുദ്ധീനെ മെഷർ ചെയ്യാനുള്ള ടെസ്റ്റ്. ഇപ്പോൾ ഒരു വ്യക്തിക്ക് എത്രത്തോളം ഇൻ്റലിജൻ്റ് ആണ്, ഹൗ ബ്രേവ് ഹീസ്, അത് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ നടത്തുന്ന അതാണ് മെയിൻ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് IQ ആണ്. ദിസ് ടെസ്റ്റ് ഈസ് യൂസ്ഡ് ടു മെഷർ ദ ഇൻ്റലിജൻസ് ഓഫ് ആപ്ലിക്കൻസ്. ഇറ്റ് ഈസ് ദ സ്കോർ derived from one of the several standardized tests designed to assess an individual's intelligence and academic abilities. ഒരു വ്യക്തിയുടെ ഇൻ്റലിജൻസും അക്കാഡമിക് ആയിട്ടുള്ള എബിലിറ്റീസും മെഷർ ചെയ്യാൻ വേണ്ടി നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ഒരുപാട് സ്റ്റാൻഡേർഡൈസ്ഡ് മെഷറിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് IQ. Higher the IQ score, higher is the level of intelligence. It should be noted that persons between 50 to 75 IQ can succeed at 71% of all jobs. ഇപ്പോൾ ഇവിടെ നമ്മുടെ ഇനി ഡിസിഷൻ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് IQ സ്കോർ ഹൈ ആണെങ്കിൽ അവരുടെ ഇൻ്റലിജൻസ് ലെവലും എന്തായിരിക്കും, ഹൈ ആയിരിക്കും. ഇപ്പോൾ ഒരു 50-നും 75-നും ഇടയിൽ IQ സ്കോർ കിട്ടിയിരിക്കുന്ന ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ അയാൾ ചെയ്യുന്ന എല്ലാ ജോലിയുടെയും 71% അബവ് അയാൾ വിജയിച്ചിരിക്കും. അതാണ് അതിൻ്റെ മീനിങ് IQ എന്ന് പറഞ്ഞാൽ. സോ ദ സെക്കൻഡ് വൺ ഈസ് ഇമോഷണൽ കോഷ്യൻ്റ് ഓർ EQ. It is the valuable criteria for selection of middle and senior level managers. EQ is a key factor considered in promotions. It is defined as an individual's ability to identify, evaluate, control and express emotions.
ഒരു സാധാരണ വർക്കേഴ്സിനെ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടല്ല, സീനിയർ ലെവൽ മാനേജേഴ്സിനെയും മിഡിൽ ലെവൽ മാനേജേഴ്സിനെയൊക്കെ സെലക്ട് ചെയ്യുമ്പോഴാണ് IQ ടെസ്റ്റിന് പുറമെ നമ്മൾ എന്തുകൂടെ കണ്ടക്ട് ചെയ്യണേ, EQ ടെസ്റ്റ് കണ്ടക്ട് ചെയ്യണേ. അപ്പോൾ EQ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ കീ ഫാക്ടർ ഫോർ പ്രൊമോഷൻ. ഒരു വ്യക്തി സീനിയർ മോസ്റ്റ് ആൾക്കാരെ പ്രൊമോഷന് കൺസിഡർ ചെയ്യണമെങ്കിൽ അതിന് EQ ടെസ്റ്റ് കൂടി കണ്ടക്ട് ചെയ്യും. EQ ടെസ്റ്റ് എന്ന് പറയുമ്പോൾ അതിൽ മെഷർ ചെയ്യുന്നത് ഒരു വ്യക്തിയുടെ ഇമോഷൻസ്, അതിനെ കൺട്രോൾ ചെയ്യാനും ഇവാലുവേറ്റ് ചെയ്യാനും പിന്നെന്താ ഐഡൻറ്റിഫൈ ചെയ്യാനുള്ളൊരു വ്യക്തിയുടെ പവർ. നമ്മുടെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാനുള്ള പവറാണ് ഇതിൽ ടെസ്റ്റ് ചെയ്യണം, EQയിൽ ടെസ്റ്റ് ചെയ്യണം. ബുദ്ധിക്ക് പകരമായിട്ട് IQ മാത്രമല്ല, അതോടൊപ്പം നമ്മുടെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാനുള്ള പവർ. പീപ്പിൾ വിത്ത് എ ഹൈ EQ യൂഷ്വലി മേക്ക് ഗ്രേറ്റ് ലീഡേഴ്സ് and team players because of their ability to understand, empathize and connect with the people around them. ഇവിടെ ഏറ്റവും കൂടുതൽ EQ ഉള്ള വ്യക്തികൾ അല്ലെങ്കിൽ EQ സ്കോർ ഹൈ ആയിട്ടുള്ള വ്യക്തികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഏറ്റവും ടീം ലീഡേഴ്സ് ആവാൻ സാധ്യതയുള്ളവരാണ്. കാരണം പെട്ടെന്നൊന്നും ഇമോഷൻസിന് അവർ കീഴ്പ്പെടില്ല, അല്ലേ? ഇപ്പം അങ്ങനെ EQ കൂടുതലുള്ള ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഏറ്റവും കൂടുതൽ ടീം ലീഡർ ആവാം, അല്ലെങ്കിൽ ആളുകളുമായിട്ട് പെട്ടെന്ന് മിങ്കിൾ ചെയ്യാനായിട്ടൊക്കെ ഏറ്റവും എളുപ്പത്തിൽ സാധിക്കുന്ന വ്യക്തികളാണ് നമ്മുടെ EQ കൂടുതലുള്ള വ്യക്തികളെന്ന് പറഞ്ഞാൽ. നെക്സ്റ്റ് EQൻ്റെ ബേസിക് കമ്പോണൻസ്, അത് ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി ഞാൻ പറയാം. എസെൻഷ്യൽസ് ഓർ ബേസിക് കമ്പോണൻസ് ഓഫ് EQ എന്ന് പറയുന്നത്, ഫസ്റ്റ് വൺ മോട്ടിവേറ്റ് വൺ സെൽഫ്, സെക്കൻഡ് വൺ മോട്ടിവേറ്റ് അതേഴ്സ്, തേർഡ് വൺ എംപതൈസിങ് വിത്ത് അതേഴ്സ്. ഇതാണ് EQൻ്റെ മെയിൻ ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. ഒന്ന് നമ്മെ തന്നെ മോട്ടിവേറ്റ് ചെയ്യുക, കൺട്രോൾ ആൻഡ് ഇൻസ്പയർ സെൽസ്. നമ്മുടെ കഴിവുകളിൽ നമുക്ക് ഉത്തമ ബോധ്യം ഉണ്ടാവുക, നമ്മളെ തന്നെ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. എനിക്ക് കഴിയാൻ എന്നുള്ള വേർഡില്ലേ, നമ്മൾ ശരിക്കും മോട്ടിവേഷൻ ക്ലാസ്സുകളിലൊക്കെ പോകുമ്പോൾ അവിടുത്തെ സാറുമാർ എപ്പോഴും പറഞ്ഞു തരുന്നുണ്ട്, എപ്പോൾ എന്ത് തുടങ്ങുമ്പോഴും അല്ലെങ്കിൽ ഒരു ദിവസത്തിൽ എഴുന്നേറ്റ് ഫസ്റ്റ് ഒരു 3 പ്രാവശ്യം എന്ത് പറയാൻ പറയും, ഐ ക്യാൻ, എനിക്ക് കഴിയും എന്ന് പറയാൻ പറയും, അല്ലേ? സോ ദാറ്റ് ഈസ് ദ മോട്ടിവേറ്റിംഗ് സെൽസ്. സെക്കൻഡ് വൺ ഈസ് മോട്ടിവേറ്റ് അതേഴ്സ്. നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്നവർ, നമ്മുടെ പീപ്പിൾ അറൗണ്ട് അസ്, നമ്മൾ എന്ത് ചെയ്യണം, ഫുൾ ടൈം അവരെ കൂടെ മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റണം. എനിക്കൊന്നും കഴിയില്ല, എനിക്ക് പറ്റില്ല എന്ന് പറയണവരെ നമ്മൾ എന്ത് ചെയ്യുക, ഇൻസ്പയർ ചെയ്തുകൊണ്ടിരിക്കുക, അവരെയും കൂടെ മോട്ടിവേറ്റ് ചെയ്യുക. മൂന്നാമത്തെ എംപതൈസിങ് വിത്ത് അതേഴ്സ് എന്ന് പറഞ്ഞാൽ ഇൻ്റർ പേഴ്സണൽ സ്കിൽസാണ്. നമ്മുടെ കൂടെയുള്ള വ്യക്തികളുമായിട്ടും കൂടിച്ചേർന്ന് പോവുക. ഇങ്ങനെ 3 എണ്ണമാണ് നമ്മുടെ ഇമോഷണൽ കോഷ്യൻ്റിൻ്റെ അല്ലെങ്കിൽ EQൻ്റെ എസെൻഷ്യൽസ് ഓർ ബേസിക് കമ്പോണൻസ് എന്ന് പറയുന്നത്. ഇനി ഡാനിയൽ ഗോൾമോൻ അദ്ദേഹം ഇമോഷണൽ കോഷ്യൻ്റിൻ്റെ ഒരു 4 എലമെൻറ്റ് പറയുന്നുണ്ട്. ഡാനിയൽ ഗോൾമാൻ എന്ന് പറയുന്ന വ്യക്തി ഒരു 4 എലമെൻറ്റ്സ് ഓഫ് ഇമോഷണൽ കോഷ്യൻ്റ് പറയുന്നുണ്ട്. ഒന്ന് സെൽഫ് അവെയർനെസ്. സെൽഫ് അവെയർനെസ് എന്ന് പറയുന്നത് എന്താ? വൺ ഷുഡ് നോ വൺ സ്ട്രെങ്ത്, വീക്ക്നെസ് എക്സെട്ര. എനിക്ക് എന്തൊക്കെ പോസിറ്റീവ്സ് ഉണ്ട്, സ്ട്രെങ്ത് ഉണ്ട്, എനിക്ക് എന്തൊക്കെ വീക്ക്നെസ് ഉണ്ടെന്ന് ഒരാൾക്ക് സ്വയം മനസ്സിലാവണം. അതാണ് സെൽഫ് അവെയർനെസ്, എന്നെ തന്നെ ബോധ്യപ്പെടുക. 2 സെൽഫ് മാനേജ്മെൻറ്റ്. സെൽഫ് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? സെൽഫ് കൺട്രോൾ. പെട്ടെന്ന് റിയാക്ട് ചെയ്യാനുള്ളതൊക്കെ കൺട്രോൾ ചെയ്യുക. ദേഷ്യം വന്നോ ഉടനെ, നമ്മൾ വീട്ടിലാണെങ്കിൽ ചിലപ്പോൾ എന്ത് ചെയ്യും, ഉടനെ റെസ്പോണ്ട് ചെയ്യും, അല്ലേ? ദേഷ്യപ്പെടും. പക്ഷെ അത് തന്നെ നമ്മളൊരു സ്ഥാപനത്തിൻ്റെ ഉള്ളിലാണെങ്കിലോ നമ്മളൊന്ന് കൺട്രോൾ ചെയ്യും. സോ സെക്കൻഡ് സ്റ്റെപ്പ് ഈ സെൽഫ് മാനേജ്മെൻറ്റ് ഓർ സെൽഫ് കൺട്രോൾ. തേർഡ് എലമെൻറ്റ് ഈ സോഷ്യൽ സ്കിൽ. എന്താ സോഷ്യൽ സ്കിൽ എന്ന് പറഞ്ഞാൽ? എമംഗ് സൊസൈറ്റി നമ്മൾ ബിഹേവ് ചെയ്യാനായിട്ട്, അതായത് ലീഡർഷിപ്പ് എടുക്കാനുള്ള കഴിവ്, ഗൈഡൻസ് കൊടുക്കാനുള്ള കഴിവ്, ടീം പ്ലെയർ ആവാനുള്ള കഴിവ്. അതാണ് അടുത്ത എലമെൻറ്റ്. അതായത് നമ്മളൊരു ടീമിൽ നിൽക്കുമ്പോൾ ആ ടീമിൻ്റെ ലീഡർഷിപ്പ് ഏറ്റെടുക്കാനുള്ള നമ്മുടെ പവർ, അതല്ലെങ്കിൽ അവർക്ക് വേണ്ട ഗൈഡൻസ്, മോട്ടിവേഷൻ ഒക്കെ കൊടുക്കാനുള്ള പവർ. ദ ലാസ്റ്റ് വൺ സോഷ്യൽ അവെയർനെസ്. സോഷ്യൽ അവെയർനെസ് എന്ന് പറയുന്നത് സൊസൈറ്റിയെ പറ്റിയുള്ള ബോധം, എംപതി ടുവേർഡ്സ് അതേഴ്സ് ഓർ സർവീസസ്. എന്തൊക്കെ സർവീസ് നമുക്ക് അവർക്ക് കൊടുക്കാൻ പറ്റും, അങ്ങനെയുള്ള കാര്യങ്ങൾ. ഇങ്ങനൊരു 4 എലമെൻ്റാണ് ഇമോഷണൽ കോഷ്യൻ്റ് എന്നുള്ള രീതിയിൽ ആര് പറയണത്? ഡാനിയൽ ഗോൾമാൻ പറയണത്. ഇനി മാർട്ടിൻ സെലിഗ്മാൻ എന്ന് പറയുന്ന യൂണിവേഴ്സിറ്റി ഓഫ് പെൻസിൽവാനിയ ഈസ് ദ മോസ്റ്റ് പോപ്പുലർ മെത്തേഡ് ഓഫ് ടെസ്റ്റിംഗ് EQ ഈസ് സെലിഗ്മാൻ ടെസ്റ്റ്. സെലിഗ്മാൻ ടെസ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ടെസ്റ്റ്, അത് മാർട്ടിൻ സെലിഗ്മാൻ അദ്ദേഹം ഡെവലപ്പ് ചെയ്തേക്കുന്ന ഒരു ടെസ്റ്റാണ്. ഇതാണ് ഏറ്റവും കൂടുതലായിട്ട് ഇമോഷണൽ കോഷ്യൻ്റ് ടെസ്റ്റ് ചെയ്യാനായിട്ട് നടത്തുന്ന ഒരു സംഭവം. ഓക്കെ, ഇനി തേർഡ് വൺ ഈസ് സ്പിരിച്വൽ കോഷ്യൻ്റ്, SQ.
സ്പിരിച്വൽ ക്വോഷ്യൻ എന്ന് പറയുന്നത് ആഫ്റ്റർ IQ ആൻഡ് EQ ദ ഓർഗനൈസേഷൻ ടേൺ ടു സ്പിരിച്വൽ ക്വോഷ്യൻ്റ്. അപ്പോൾ IQ ടെസ്റ്റ് ചെയ്തപ്പോൾ ഇൻ്റലിജൻസ് നോക്കി, EQ ടെസ്റ്റ് ചെയ്തപ്പോൾ ഇമോഷണൽ ക്വോഷ്യൻ്റ് നോക്കി. അതും കഴിഞ്ഞ് ഇപ്പോൾ മിക്ക ഓർഗനൈസേഷനുകളും ഡെവലപ്പ് ചെയ്തേക്കുന്ന ഒരു മെത്തേഡാണ് സ്പിരിച്വൽ ക്വോഷ്യൻ്റ് ടെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ ഹിയർ ദ ഓർഗനൈസേഷൻസ് കണ്ടക്ട് സ്പിരിച്വൽ അവെയർനെസ് പ്രോഗ്രാംസ്, റിട്രീറ്റ്സ്, എത്തിക് ക്യാമ്പ്സ്, social searching camps and transcendental medication worships for the spiritual development of employees. നമ്മുടെ ആത്മീയത ഒന്നുകൂടെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ധ്യാനങ്ങൾ, റിട്രീറ്റുകൾ, മെഡിക്കേഷൻസ്, യോഗ അല്ലെങ്കിൽ സ്പിരിച്വൽ അവെയർനെസ് പ്രോഗ്രാംസ്, മെഡിക്കേഷൻസ്, അങ്ങനെയുള്ള യോഗ, ധ്യാനം, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇപ്പോൾ മിക്ക ഓർഗനൈസേഷനുകളും ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അവിടെ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറയുന്നത് നമ്മുടെ പേഷ്യൻസിനെ മാക്സിമം സെൽഫ് കൺട്രോൾ മാക്സിമം കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. വിപ്രോ, ഫോർഡ്, നൈക്ക്, ടാറ്റ, ടീ, ലോട്ടസ് എക്സെട്ര ഇവരെ ഈ കമ്പനികളെല്ലാം തന്നെ സ്പിരിച്വൽ ക്വോഷ്യൻ്റ് SQ ടെസ്റ്റ് കൂടെ കണ്ടക്ട് ചെയ്യുന്നവരാണ്. ഓർഗനൈസേഷൻ വിച്ച് ആർ പെർസീവ്ഡ് ആസ് മോർ സ്പിരിച്വൽ ആർ ഓൾസോ മോർ പ്രോഫിറ്റബിൾ. പഠനങ്ങളിൽ നിന്ന് തെളിഞ്ഞിരിക്കുന്നത് എന്താണ്? ഏറ്റവും കൂടുതൽ സ്പിരിച്വൽ ക്വോഷ്യൻ്റ് SQ കൂടുതൽ മോർ സ്പിരിച്വൽ ആയിട്ടുള്ള കമ്പനികൾ മോർ പ്രോഫിറ്റബിൾ ആണെന്നുള്ളത് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ടെന്ന്. അപ്പോൾ കിട്ടിയോ? അപ്പോൾ IQ, EQ, SQ ഇതാണ് 3 ഇൻ്റലിജൻസ് ടെസ്റ്റുകളിൽ വരുന്നത്. സോ IQ ലുക്സ് അറ്റ് കോഗ്നിറ്റീവ് ഇൻ്റലിജൻസ്, EQ ലുക്സ് അറ്റ് ഇമോഷണൽ പവർ ഓഫ് എ പേഴ്സൺ ആൻഡ് SQ ലുക്സ് അറ്റ് സ്പിരിച്വൽ പവർ ഓഫ് എ പേഴ്സൺ. IQ എന്ന് പറഞ്ഞ ഒരു വ്യക്തിയുടെ ബുദ്ധിയാണ് പരീക്ഷിക്കണേ. EQ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇമോഷണൽ പവറാണ് നോക്കണേ. അതേസമയം SQ എന്ന് പറഞ്ഞാൽ സ്പിരിച്വൽ പവറാണ് നോക്കണേ. അപ്പോൾ സ്പിരിച്വാലിറ്റി ഇൻക്രീസസ് ദ പവർ ഓഫ് ഇൻറ്റ്യൂഷൻ വിച്ച് വി ഓൾ ഹാവ്. നമ്മൾക്ക് നമ്മുടെ ഉള്ളിലുള്ള ഇൻറ്റ്യൂഷൻസിനെ സ്പിരിച്വൽ പവർ ഒന്നുകൂടെ സ്ട്രെങ്തൻ ചെയ്യും. സ്പിരിച്വൽ പവർ ഹെൽപ്സ് ടു ബിക്കം മോർ ഫ്ലെക്സിബിൾ ഇൻ അനലൈസിങ് ടഫ് സിറ്റുവേഷൻ. അതായത് നമുക്ക് പേഷ്യൻസ് കൂടും, നമ്മുടെ ഉൾക്കാഴ്ചകൾ കൂടും, നമുക്ക് കാര്യങ്ങൾ പ്രെഡിക്റ്റ് ചെയ്യാനുള്ള പവർ കൂടും. അതാണ് സ്പിരിച്വൽ എന്ന് പറഞ്ഞാൽ. നമ്മുടെ ബാക്കിയുള്ളതൊക്കെ വിട്ടിട്ട് സ്പിരിച്വൽ ആവാന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നമുക്ക് കൂടുതൽ പ്രെഡിക്റ്റ് ചെയ്യാനുള്ള പവറുകൾ കിട്ടും. അപ്പോൾ അങ്ങനെ ഒരു പവർ കിട്ടുമ്പോൾ ഒരു ടഫ് സിറ്റുവേഷൻ വന്നാൽ അതിനെ എങ്ങനെ ടാക്കിൾ ചെയ്യണം എന്നുള്ളത് പെട്ടെന്ന് മനസ്സിലാവും. അതേപോലെ അണ്ടർസ്റ്റാൻഡിങ് ദെയർ കോസ്, എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ടഫ് സിറ്റുവേഷൻ വന്നത്. സീക്കിംഗ് അഡ്വൈസ് ഓഫ് അതേഴ്സ്, മറ്റുള്ളവരെ നമുക്ക് ഉപദേശങ്ങൾ എടുക്കാം. ഫൈൻഡിങ് സൊല്യൂഷൻ, അതിനുള്ള സൊല്യൂഷൻസ് നമുക്ക് നേടിയെടുക്കാം. പിന്നെ എന്താണ് അതിൻ്റെ പ്രശ്നങ്ങൾ, വാട്ട് ആർ ദ പ്രോസ് ആൻഡ് കോൺസ്, അത് കണ്ടുപിടിക്കാം. ആൻഡ് ചൂസിങ് ദ ബെസ്റ്റ് ആൾട്ടർനേറ്റീവ്, അതിനെ നേടിയെടുക്കാനുള്ള ഏറ്റവും നല്ല ആൾട്ടർനേറ്റീവ് എന്താണ് എന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കാനും പറ്റും. അപ്പോൾ ദിസ് ഈസ് ദ ഫസ്റ്റ് ടെസ്റ്റ്, എംപ്ലോയ്മെൻറ്റ് ടെസ്റ്റ് കണ്ടക്റ്റഡ് ഇൻ എവറി ഓർഗനൈസേഷൻ. ഇൻ്റലിജൻസ് ടെസ്റ്റ് ഇൻക്ലൂഡിങ് IQ, EQ ആൻഡ് SQ. ദെൻ ദ സെക്കൻഡ് വൺ ഈസ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്. നമ്മുടെ മെൻ്റൽ ആപ്റ്റിറ്റ്യൂഡ് അറിയാൻ വേണ്ടിയിട്ട് നടത്തുന്ന ടെസ്റ്റുകൾ എന്ന് വെച്ചാൽ ഒരു പെർട്ടിക്കുലർ ജോബിന് ആവശ്യമായിട്ടുള്ള സ്കില്ല്, ആ സ്കില്ല് നമുക്കുണ്ടോ അല്ലെങ്കിൽ ആ സ്കില്ല് നേടിയെടുക്കാൻ വേണ്ടി നടത്തുന്ന ടെസ്റ്റുകളാണ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റുകൾ എന്ന് പറയണേ. അതായത് നമ്മുടെ ഇപ്പോഴത്തെ കപ്പാസിറ്റി എന്താണെന്നുള്ളത് അവർ അനലൈസ് ചെയ്യും. ഭാവിയിൽ നമുക്കതിനെ ഡെവലപ്പ് ചെയ്യാനുള്ള പവർ ഉണ്ടോ എന്നുള്ളതും ടെസ്റ്റ് ചെയ്യും. മിക്കതായിട്ടും അത് അക്കൗണ്ടിങ് ജോബുകളിൽ അല്ലെങ്കിൽ മാർക്കറ്റിംഗ് ജോബുകളിലൊക്കെയാണ് നമ്മൾ ഈ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റുകൾ അപ്ലൈ ചെയ്യുക. ഓക്കെ, സച്ച് ടെസ്റ്റ് ആർ യൂസ് ടു മെഷർ ദ ആപ്റ്റിറ്റ്യൂഡ് ആൻഡ് ദെയർ കപ്പാസിറ്റി ടു ലേൺ ദ സ്കിൽ റിക്വയർഡ് ഫോർ എ പെർട്ടിക്കുലർ job. It measures an applicant's capacity and his potential for development. Some candidates have a good talent or aptitude for accounting jobs, while others show smart skills in marketing jobs. Companies give more importance to the candidates' mental suitability for job. നമ്മൾ ഇഷ്ടപ്പെട്ട ഒരു ജോലി ചെയ്യുന്നതും ഇഷ്ടമില്ലാത്ത ഒരു ജോലി ചെയ്യണതും തമ്മിൽ നല്ല വ്യത്യാസം ഉണ്ടാവും പ്രൊഡക്ടിവിറ്റിയുടെ കേസിൽ. അപ്പോൾ അതുകൊണ്ട് നമ്മളൊരു ഈ ടെസ്റ്റിലൂടെ നോക്കുന്നത് നമ്മുടെ അഭിരുചി, ആപ്റ്റിറ്റ്യൂഡ് എന്താണെന്നുള്ളതാണ്. ഇപ്പോൾ ടീച്ചിങ് ഫീൽഡിൽ തന്നെ MCOM ക്വാളിഫൈഡ് ആയിട്ടുള്ളൊരു വ്യക്തി വരുമ്പോൾ ചിലവരിൽ നമുക്ക് അക്കൗണ്ടിങ് ഫീൽഡിൽ അക്കൗണ്ടിങ് വർക്ക് ചെയ്യാനായിരിക്കും വളരെ പ്രിഫർ ചെയ്യണേ. ബട്ട് അറ്റ് ദ സെയിം ടൈം അനദർ MCOM ഗ്രാജുവേറ്റ് പ്രിഫർ ടു ടേക്ക് ടീച്ചിങ് ആസ് ദെയർ പ്രൊഫഷൻ. ടീച്ചിങ്ങിലായിരിക്കും അവരുടെ പവർ കാണിക്കണേ. അപ്പോൾ എന്താണ് ഈ ഒരു ടെസ്റ്റിലൂടെ അവർ ചെക്ക് ചെയ്യണത്, എന്താണ് നമ്മുടെ
ടേസ്റ്റ് അതാണ് ചെക്ക് ചെയ്യണേ. എന്നിട്ട് ആ ഏതാണോ മെൻ്റൽ സ്യൂട്ടബിലിറ്റി, ഏത് ജോബിലേക്കാണോ മെൻ്റൽ സ്യൂട്ടബിലിറ്റി വരണേ ആ ജോലിയിലേക്ക് അവരെ അപ്പോയിൻ്റ് ചെയ്യും. ദെൻ തേർഡ് വൺ ഈസ് ട്രേഡ് ടെസ്റ്റ്. Trade tests are conducted mainly to know the knowledge and skill of the trade. It is very useful to find the bluffers. Bluffers are those persons who claim that they have the knowledge and experience in trade, but actually they have not. ട്രേഡിൽ കച്ചവടത്തിലുള്ള കഴിവ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ട്രേഡ് ടെസ്റ്റുകൾ നടത്തണേ. ഈ കച്ചവടത്തിലുള്ള കഴിവ് കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ ബ്ലഫേഴ്സിനെ തുരത്താൻ വേണ്ടി, ബ്ലഫേഴ്സിനെ കണ്ടുപിടിക്കാനും വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ടെസ്റ്റുകൾ നടത്തണേ. ഇനി ആരായി ബ്ലഫേഴ്സ് എന്ന് പറഞ്ഞാൽ, എനിക്ക് നന്നായി കച്ചവടം ചെയ്യാൻ അറിയാം, ഐ ഹാവ് എ ഡീപ്പ് നോളജ് ആൻഡ് എക്സ്പീരിയൻസ് ഇൻ ട്രേഡ്, അതിൽ നല്ല കഴിവുണ്ടെന്ന് സ്വയം വാദിക്കുകയും എന്നാൽ അതിൽ ഒട്ടും തന്നെ അത് അറിയുകയും ചെയ്യാത്ത വ്യക്തികൾ, അവരെയാണ് ബ്ലഫേഴ്സ് എന്ന് പറയുക. അപ്പോൾ ആക്ച്വലി നമ്മളൊരു പ്രാക്ടിക്കൽ അല്ലെങ്കിൽ ട്രേഡ് ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുമ്പോൾ അവർക്ക് അതിൽ അറിവുണ്ടോ ഇല്ലേ എന്നുള്ളത് ചെക്ക് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ബ്ലഫേഴ്സിനെ എലിമിനേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ട്രേഡ് ടെസ്റ്റിൻ്റെ എയിം. ഫോർത്ത് വൺ ഈസ് ഇൻട്രസ്റ്റ് ടെസ്റ്റ്. അത് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് പോലെ തന്നെ ദീസ് ആർ കണ്ടക്റ്റഡ് ടു നോ ദ ഫീൽഡ് ഓഫ് ഇൻട്രസ്റ്റ് ഓഫ് ദി എംപ്ലോയി. ഏതാണ് അവരുടെ ഇൻട്രസ്റ്റ്, എന്താണ് അവരുടെ കൂടുതൽ താല്പര്യമുള്ള ഏരിയ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഇൻട്രസ്റ്റ് ടെസ്റ്റുകൾ കണ്ടക്ട് ചെയ്യണേ. ദ കാൻഡിഡേറ്റ്സ് ആർ ഗിവൺ ദ ഇൻട്രസ്റ്റ് ഇൻവെൻട്രി ഹാവിംഗ് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഇൻട്രസ്റ്റ് പാറ്റേൺസ്. They are asked to mark the inventory in which they are interested. This is then checked and interest is ascertained. In this way, an applicant is selected and a job is assigned to him according to his interest. ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് പോലെ തന്നെ എംപ്ലോയീസിന് ഒരു ലിസ്റ്റ് ഓഫ്, അതാണ് ഇൻവെൻട്രി എന്ന് പറഞ്ഞാൽ, ഒരു ലിസ്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് അവർക്ക് ടിക്ക് ചെയ്യാൻ കൊടുക്കും. നമ്മളവിടെ ഇന്ന ഏരിയാസ് എന്തൊക്കെയാണെന്നുള്ളത് ഒരു ലിസ്റ്റ് കൊടുക്കും. എന്നിട്ട് എംപ്ലോയീസിനോട് അവർക്ക് ഏറ്റവും ഇഷ്ടമുള്ള താല്പര്യമുള്ളതിനനുസരിച്ച് ബേസ് ചെയ്തുകൊണ്ട് അതിൽ മാർക്ക് ചെയ്യാൻ പറയും. മാർക്ക് ചെയ്ത് കഴിയുമ്പോൾ HR മാനേജേഴ്സ് വന്ന് അത് ചെക്ക് ചെയ്യും. ചെക്ക് ചെയ്യുമ്പോൾ ഏതാണ് അവർക്ക് ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റ് ഉള്ള ഏരിയ എന്ന് മനസ്സിലാവും. ആ ഏരിയയിലേക്ക് ബെസ്റ്റ് സ്യൂട്ട് എന്ന് തോന്നുന്ന ഏരിയ ഏതാണോ ആ ഏരിയയിലേക്ക് അവരെ അപ്പോയിൻ്റ് ചെയ്യും. അതാണ് ഇൻട്രസ്റ്റ് ടെസ്റ്റ്. നെക്സ്റ്റ് പേഴ്സണാലിറ്റി ടെസ്റ്റ്. പേഴ്സണാലിറ്റി ടെസ്റ്റ് പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം എന്താണ് അവരെ നോക്കണേ, അവരുടെ വ്യക്തിത്വം, പേഴ്സണാലിറ്റീനെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി നടത്തുന്ന ടെസ്റ്റുകളാണ് പേഴ്സണാലിറ്റി ടെസ്റ്റ്. ഇൻ ദിസ് ടെസ്റ്റ് ദ എംപ്ലോയീസ് ആർ ഗിവൺ എ ക്വസ്റ്റ്യനയർ which contains various questions on behavioral aspects, personality of an individual. It is conducted usually by a psychologist. ആരാ കണ്ടക്ട് ചെയ്യാം? പേഴ്സണാലിറ്റി ടെസ്റ്റുകൾ കണ്ടക്ട് ചെയ്യാറ് സൈക്കോളജിസ്റ്റ് ആണ്. ഒരുപാട് ക്വസ്റ്റ്യൻസ് വെച്ചുകൊണ്ട് ഒരു ക്വസ്റ്റ്യനെയർ അവർക്ക് കൊടുക്കും ആൻസർ ചെയ്യാൻ പറഞ്ഞുകൊണ്ട്. ആ ക്വസ്റ്റ്യനെയറിൽ കൊടുക്കുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇവരുടെ പേഴ്സണാലിറ്റീനെ വെളിപ്പെടുത്തുന്നതായിരിക്കും. ഇങ്ങനൊരു സാഹചര്യം വന്നാൽ നിങ്ങൾ എന്ത് ചെയ്യും, ഇങ്ങനൊരു ടഫ് സിറ്റുവേഷനിൽ നിങ്ങൾ എങ്ങനെ ബിഹേവ് ചെയ്യും, അങ്ങനെ അവരുടെ ബിഹേവിയറൽ പാറ്റേണും പേഴ്സണാലിറ്റിനെ റിവീൽ ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അത് കൊടുക്കുന്നത് അത്രയും ചിന്തിച്ചിട്ടുള്ള ഒരു സൈക്കോളജിസ്റ്റ് ആയിരിക്കും ഈ ടെസ്റ്റുകൾ കണ്ടക്ട് ചെയ്യണേ. ദെൻ ദ ലാസ്റ്റ് വൺ ഈസ് അച്ചീവ്മെൻറ്റ് ടെസ്റ്റ്. Skills, ability and knowledge prescribed by the candidate throughout the selection process are to be practically checked through this achievement test. അതായത് നമ്മൾ ഈ ഒരു സെലക്ഷൻ പ്രോസസ്സിൽ മുഴുവൻ കാൻഡിഡേറ്റിന് ഒരു പ്രത്യേക സ്കില്ലുകൾ, എബിലിറ്റി, നോളജൊക്കെ നമ്മൾ പ്രിസ്ക്രൈബ് ചെയ്തിട്ടുണ്ടാവും. അതെല്ലാം ഈ വ്യക്തിക്ക് ഉണ്ടോ എന്നറിയാൻ വേണ്ടി നടത്തുന്ന ഒരു ടെസ്റ്റാണ് അച്ചീവ്മെൻറ്റ് ടെസ്റ്റ്. അതായത് നമ്മൾ ഉദ്ദേശിക്കുന്ന ഗോൾ അച്ചീവ് ചെയ്യാൻ പറ്റുമോ, അച്ചീവ് ചെയ്തിട്ടുണ്ടോ എന്നറിയാൻ നടത്തുന്ന ടെസ്റ്റ്. അത്രയേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ 6 ടൈപ്പ് ഓഫ് ടെസ്റ്റുകളാണ് ഒരു ഓർഗനൈസേഷൻ എന്തിനു വേണ്ടി കണ്ടക്ട് ചെയ്യണേ, സെലക്ഷൻ പ്രോസസ്സിന് വേണ്ടിയിട്ട് കണ്ടക്ട് ചെയ്യണേ. ഇനി ക്രൈറ്റീരിയ ഫോർ സെലക്ടിങ് ടെസ്റ്റ് സെലക്ട് ചെയ്യാനായിട്ട് എന്താണ് ബേസ്, വാട്ട് ആർ ദ ഫാക്ടേഴ്സ്